മതസാഹോദര്യത്തിന് എന്നും പേരുകേട്ട മലപ്പുറം ജില്ലയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി. മതത്തിന്റെ പേരിൽ തമ്മിലടി രൂക്ഷമായ ഈ കെട്ടകാലത്ത് നാട്ടിലെ നിസ്കാരപ്പള്ളി പെയിന്റ് അടിച്ച് നവീകരിക്കാൻ മുഴുവൻ ചിലവും വഹിച്ച് മുൻകൈയെടുത്ത ഒരു ഹിന്ദു സഹോദരനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. മലപ്പുറം കുറുവ പഞ്ചായത്തിലെ വറ്റല്ലൂർ ഉമറുൽ ഫാറൂഖ് പള്ളിയും പ്രദേശവാസിയായ സൂര്യനാരായണനുമാണ് മതസാഹോദര്യത്തിന്റെ മാതൃകയായി ഗോപുരം കണക്കെ തല ഉയർത്തി നിൽക്കുന്നത്. റമദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ സൂര്യനാരായണൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. വ്രതാരംഭമടുത്തിട്ടും വറ്റല്ലൂരിലെ നിസ്കാരപ്പള്ളി പെയിന്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായ സൂര്യനാരായണൻ പള്ളി പെയിന്റ് ചെയ്ത് ഭംഗിയാക്കാനുള്ള ആഗ്രഹം പള്ളി കമ്മിറ്റിയെ അറിയിച്ചു. ജാതി മത വേലിക്കെട്ടുകൾ പണ്ടേയില്ലാത്ത വറ്റല്ലൂരിലെ പള്ളി കമ്മിറ്റി രണ്ടാമതെന്ന് ആലോചിക്കാതെ സൂര്യനാരായണന്റെ കൈപിടിച്ചു. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി നടത്തുന്ന മൻസൂർ പറഞ്ഞ ഒരാളുണ്ട്, പള്ളിയറമ്പൻ. അദ്ദേഹത്തുമായിട്ട് പോലെ കണ്ടുമുട്ടിയപ്പോൾ ഈ വർഷം പെയിൻ്റ് അടിക്കുന്നില്ലേ അന്വേഷിക്കുകയും അങ്ങനെ പ്രാവശ്യത്തെ പെയിൻറ്റിൻ്റെ ചിലവ് ഞാൻ ഏറ്റെടുത്തോളാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്വീകരിച്ചു. വറ്റല്ലൂർ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക, സാമൂഹിക, മതേതര രംഗങ്ങൾ വളരെയധികം മികച്ചു നിൽക്കുന്ന നാടാണ്. ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയാണ്. പെയിന്റ് അടിക്കാനുള്ള ചെലവ് മുഴുവൻ വഹിച്ചത് സൂര്യനാരായണൻ തന്നെയാണ്. ജോലിക്കാരെ ഏർപ്പാടാക്കിയതും ജോലി ആരംഭിച്ചതും എല്ലാം സൂര്യന്റെ മേൽനോട്ടത്തിലായിരുന്നു. വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നതിന് 2 ദിവസം മുൻപ് തന്നെ പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. സൂര്യനാരായണന്റെ സഹോദരൻ അജയകുമാർ വഴിയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിനൊക്കെ വളരെ പേരും പെരുമയും കേട്ടൊരു നാടാണ് വറ്റല്ലൂർ. അപ്പോൾ റംസാൻ സമയത്ത് പള്ളിയൊക്കെ ഒന്ന് ശുദ്ധിയാക്കുക, പെയിൻ്റ് അടിക്കുക, ഭംഗി മൂടി പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത്. പ്രവാസിയായ സൂര്യനാരായണൻ വിദേശത്തേക്ക് തിരിച്ചുപോയതിനു ശേഷം പള്ളി കമ്മിറ്റി അംഗം കൂടിയായ മൻസൂർ സൂര്യനാരായണന്റെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയാണ് മലപ്പുറത്തിന്റെ നന്മ പുറം ലോകമറിഞ്ഞത്.